ഇസ്രായേലിന് ഫുട്ബോളിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളുടെ വോട്ടെടുപ്പ് നടത്താൻ യുവേഫ നീക്കം. ഫിഫ ലോകകപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെയാണ് യുവേഫയുടെ നീക്കം. എന്നാൽ ഇസ്രായേലിന് കായിക വിഷയത്തിലും ശക്തമായ പിന്തുണയാണ് അമേരിക്ക നൽകുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ആഷിഖ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ആഷിഖ്, ഈ പലസ്തീനിലടക്കം നടക്കുന്ന വംശഹത്യ ചൂണ്ടിക്കാട്ടിയാണ് യുവേഫയുടെ നീക്കം. തീർച്ചയായും ഈ 2 വർഷത്തിലധികമായി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്നു. അതിൽ ഏകപക്ഷീയമായി ഒരു വംശഹത്യ തന്നെയാണെന്ന് UN അടക്കം സ്ഥിരീകരിച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടപടിക്ക് യുവേഫ തന്നെ നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ റഷ്യക്കെതിരെ സ്വീകരിച്ച ഒരു നടപടിയാണ്. റഷ്യ നേരത്തെ ഉക്രൈനിൽ അധിനിവേശം നടത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ റഷ്യക്കെതിരെ നടപടി എടുക്കുകയും പ്രധാനപ്പെട്ട കായിക മത്സരങ്ങളിലെല്ലാം വിലക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യുവേഫ ഇസ്രായേലിനെ വിലക്കണമെന്നാണ് പ്രധാനമായും ആവശ്യമുയരുന്നത്. നിലവിൽ 2026 ലോകകപ്പ് യോഗ്യതാ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് ഇറ്റലിയിലും അടക്കം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം മത്സരവുമുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ യുവേഫയുടെ വിലക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് തുടർന്നുള്ള മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല. ഇത് 2026 ലോകകപ്പ് യോഗ്യത പോലും ഇസ്രായേലിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങും. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യുവേഫ എത്രത്തോളം ഇതിനോട് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം ഒരു വോട്ടിംഗ് നടപടിയിലേക്ക് യുവേഫ കടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ തീരുമാനം വന്നു കഴിഞ്ഞാൽ പോലും എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. അതേസമയം തന്നെ ഫിഫ ഈ ഒരു വിഷയം ഏറ്റെടുക്കുമോ എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഫിഫ അടുത്ത വർഷം നടത്തുന്ന വേൾഡ് കപ്പ് ലോകകപ്പ് നടക്കേണ്ടത് അമേരിക്കയിൽ കൂടിയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനും തമ്മിൽ വലിയ ബന്ധമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ഇസ്രായേലിനെ വിലക്കുന്ന ഒരു നടപടിയിലേക്ക് ലോകകപ്പിൽ ഇസ്രായേൽ ഉണ്ടാകുമെന്നാണ്. അതേസമയം അമേരിക്കയുടെ നിലപാട് കായിക വിഷയത്തിലും ഇസ്രായേലിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് അമേരിക്ക.